സംഭവിക്കേണ്ടത് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതായ അത്ഭുതമാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ. കാരണം ഇന്ന് ഈ കടം മാറിയാൽ ഇന്ന് ഒരു അത്ഭുതം കർത്താവ് പ്രവർത്തിക്കുന്നു ചോദിച്ചു. നിങ്ങളുടെ രോഗം ഇന്ന് മാറി. നിങ്ങൾ ഈ ആരാധനാലയത്തിന്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നിങ്ങളുടെ രോഗം കംപ്ലീറ്റ്ലി മാറി. നാളെ രോഗം വരില്ലേ? ഇന്നിപ്പോ കടം മാറി, ഇന്നിപ്പോ സങ്കടം മാറി, നാളെ വരാം. പക്ഷെ നാളെ സങ്കടം വന്നാലും, ഇന്ന് കുഞ്ഞു പനി, നാളെ ഒരു ക്യാൻസർ വന്നാലും നിങ്ങളുടെ ഉള്ളിൽ ഈശോ ഉണ്ടെന്ന ബോധം കിട്ടിയിട്ടുണ്ടെങ്കിൽ തീ പോലെ നിൽക്കും. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതും ആഗ്രഹിക്കേണ്ടതുമായ ഏറ്റവും വലിയ അത്ഭുതം ഇതാണ്. കർത്താവേ, എന്ത് തന്നെ സംഭവിച്ചാലും, മുമ്പിൽ പ്രതിസന്ധികൾ ഒരു പർവ്വതം പോലെ ഉയർന്നു നിന്നാലും, തിരമാല പോലെ സങ്കടങ്ങൾ എന്നെ മുക്കാൻ ശ്രമിച്ചാലും, കാൽച്ചോട്ടിലെ മണ്ണൊലിച്ചു പോയാലും, എന്റെ ചങ്കിന്റെ ഇടിപ്പ് കൂടിയാലും, എന്റെ കൂടെ നിന്നവരെല്ലാം എന്നെ സഹായിക്കാതെ മാറി നിന്നാലും, ഒരു കാലത്ത് സഹായിച്ചവർ അറിയത്തില്ല എന്ന് പറഞ്ഞ് മുഖം തിരിച്ചു നിന്നാലും, കർത്താവെ ഞാൻ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചിട്ട് നീ പോലും ഉത്തരം തരാതിരുന്നാലും എന്റെ ഉള്ളിലേക്ക് ആ ബോധം നിറച്ചു തരണമേ. യു ആർ സ്റ്റിൽ ദേർ. ഞാനത് അറിഞ്ഞില്ലേലും, ഞാനത് മറന്നുപോയാലും എന്റെ കർത്താവ് അവിടെ തന്നെ ഉണ്ട്. ശക്തിയോടെ പറ ഹല്ലേലൂയ.